ഫാഷൻ ഷോയുടെ മറവിൽ പെൺകുട്ടികളെ ദുബായിലെത്തിച്ച് സെക്സ് റാക്കറ്റിന് കൈമാറി എന്ന് പറഞ്ഞ കേസിൽ അറസ്റ്റിലായ അലീന എബ്രാഹിമിന്റെ സുഹൃത്തും ഔറംഗസേബാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. എന്താണ് ആ കേസിൽ അലീനയ്ക്ക് സംഭവിച്ചത്? അലീന നിരപരാധി എന്നാണ് അവരോടൊപ്പമുള്ള ഔറംഗസേബ് പറയുന്നത്. എങ്ങനെയാണ് അലീന ഈ കേസിൽ പെട്ടത്? എന്താണ് അവിടെ നടന്നത്? നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. നമസ്കാരം. നമസ്കാരം. അലീന എബ്രാഹിമിന്റെ സുഹൃത്താണ്. ഞങ്ങള് ലീഗലല്ല, അല്ലാത്ത ലിവിംഗ് ടുഗദറിൽ ഒരുമിച്ച് ഫാമിലിയായിട്ട് താമസിക്കുന്നവരാണ്. ഓക്കെ, എന്താണ് അലീനയ്ക്ക് സംഭവിച്ചത്? എങ്ങനെയാണ് ഈ കേസിലേക്ക് അലീന പെടുത്തിയതാണ് എന്നാണ് താങ്കൾ പറയുന്നത്? എങ്ങനെയാണ് ഇതിലേക്ക് അലീന വന്ന് പെട്ടത്? ഇത് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഒരു ആഡ് പോലെ വന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഒരു പരസ്യത്തിൽ കണ്ടിട്ട് അലീന അതിലേക്ക് കോൾ വിളിച്ച് സംസാരിക്കുകയും ഇന്നൊരു ഡേറ്റിൽ പ്രോഗ്രാമുകൾ ഉണ്ട്, ഫാഷൻ പരേഡ് മുതൽ ഒരുപാട് ഇവൻറ്റ് വർക്കുകളോട് ഉണ്ടെന്ന് പറയുകയും പിന്നെ അതിൽ കൂടുതൽ അന്വേഷിച്ചപ്പോൾ ആ കമ്പനിയിലേക്ക് ഇതിനു മുമ്പ് ഒരുപാട് പ്രോഗ്രാം നടന്നതായിട്ട് അറിയുകയും പിന്നെ അതിനുശേഷം അതിൽ ആരൊക്കെ പങ്കെടുക്കണമെന്ന് നോക്കുമ്പോൾ ഒരുപാട് ആക്ടേഴ്സ്, ഇപ്പോൾ ഡാലു മുതലുള്ള ഫാഷൻ പരേഡിലുള്ള മുതിർന്ന ആൾക്കാർ, അതിലുള്ള കുറേ സിനിമ ആക്ടേഴ്സ് ഉണ്ട്, അതിൻ്റെ പേര് ഞാൻ വിട്ടുപോയി, ഒരുപാട് പേര് അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇവരെല്ലാം ഉണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം ഇവരൊരു 10, 28, 30 പേരാണ് ഇവിടുന്ന് ഒരുമിച്ച് പോയേക്കണം. അവരെല്ലാം ഇതായിട്ട് 3, 4, 5 പേരൊക്കെ ആയിട്ട് ഒരുമിച്ച് ദുബായിൽ ചെല്ലുകയും. ഈ അലീന ഫാഷൻ ഷോയിലൊക്കെ പങ്കെടുക്കുന്ന ആളാണോ? ഒരു നിരവധി ഇവിടെ പങ്കെടുത്തിട്ടുണ്ട് കേരളത്തിലൊക്കെ. അപ്പോൾ അതിനെ ബേസ് ചെയ്താണ് ഇവർ പോയതിന് ശേഷം ഒരു 2 മാസത്തോളം അവിടെ നിന്ന് ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നതിന് ശേഷം ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇതിലേക്കൊരു കോളുകൾ വരികയാണ്. ഇങ്ങനെ എന്തോ ഫണ്ടൊക്കെ ആവശ്യപ്പെട്ട് ആദ്യം എന്നോട് കാര്യം പറഞ്ഞില്ലായിരുന്നു. പിന്നെ എന്നോട് വിളിച്ചിട്ട് ആരോ വിളിച്ച് ഭീഷണിപ്പെട്ടിട്ട് നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്നോട് ഒരു ദിവസം പറഞ്ഞു, ഇതായിട്ട് കൂട്ടത്തിലുള്ള ഈ ഇരയായ ഒരു പെൺകുട്ടി ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു, ഡൗട്ട് ഉണ്ട്, ഈ നമ്പർ അവിടെ കണ്ട എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞിട്ടാണ് എന്നോട് സംസാരിച്ചത്. അപ്പോഴാണ് ഒരു മെസ്സേജ്, ഇപ്പോൾ ഒരു വോയിസ് വരുന്നുണ്ട്, എന്തെങ്കിലും കളിക്കാൻ ഇത് അറിയാൻ പറ്റും, അല്ലെങ്കിൽ തിരിച്ചണ്ണാക്കി പണിയരും എന്ന് പറഞ്ഞാൽ ഒരു വോയിസ് അപ്പോഴാണ് ആ ഇട്ടേക്കണത്. അത് ഫുള്ളായിട്ട് അത് ഇട്ടിട്ടില്ല, ഇത് കട്ട് ചെയ്തിട്ടാണ് ഇട്ടേക്കണത്, ഇത് ആളറിയാൻ വേണ്ടിയിട്ട്. ഇതിൽ സംഭവിച്ചത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ വന്നതിന് ശേഷം ഞാനിപ്പോൾ താമസിക്കുന്ന മരട് പോലീസ് സ്റ്റേഷന് നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ എനിക്കൊരു നിരവധി കേസുകളും പ്രശ്നങ്ങളൊക്കെ എനിക്കുള്ളതാണ്. ശരിക്കും എനിക്കിത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്നെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു കേസ് വന്നതെന്നാണ് എൻ്റെ മുഖ്യമായ ഒരു കാര്യം. എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്, ദുബായ് ബേസ് ചെയ്തിട്ടാണെങ്കിലും എനിക്ക് ഒരുപാട് ശത്രുക്കൾ. അല്ല, നിങ്ങൾ ഗുണ്ടയാണ്, പിടികിട്ടാ പുള്ളിയാണ് എന്നൊക്കെയാണ് പല മാധ്യമങ്ങൾ, നമുക്കിപ്പോൾ നേരിട്ട് അറിയില്ല, അതുകൊണ്ട് ചോദിക്കുകയാണ്. നിങ്ങൾ അത്തരത്തിൽ ഈ ആക്രമണങ്ങളൊക്കെ നടത്തുന്ന ആ തരത്തിലുള്ള ആളാണോ? അല്ല, എനിക്ക് ശത്രുക്കൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ആദ്യം കുറച്ച് പ്രശ്നങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്നെ എതിരിടാൻ മനോരം ഞാൻ എതിരിട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്. ഞാൻ പിടികിട്ടാ പുള്ളിയല്ല, ഞാൻ ചായ കുടിക്കണം മറ്റേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്നാണ്. എല്ലാ സ്റ്റേഷനിലും, മിക്ക സ്റ്റേഷനിലും ഞാൻ രാവിലെ പോയിട്ട് പോകുന്ന ആളാണ്. എന്നെ വിളിക്കാറുണ്ട്, ഞാൻ പോകാറുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്കൊരു മിസ് കോൾ വന്നാൽ തന്നെ ഞാൻ സ്റ്റേഷനിലേക്ക് ചെല്ലും. ഈ അലീനയായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എങ്ങനെയാണ്? അലീന ഞാൻ കണ്ടുമുട്ടുന്നത് തന്നെ ട്രിവാൻഡ്രത്ത് ഞാൻ ഒരു പ്രോഗ്രാമിന് പോയി കഴിഞ്ഞപ്പോൾ, ഒരു ഫാഷൻ ബ്രാൻഡ് പ്രോഗ്രാമിന് കാണാൻ വേണ്ടി കൂട്ടുകാരും പോയി കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് കണ്ടിട്ടാണ് പരിചയപ്പെട്ട് പിന്നെ വീട്ടുകാരൊക്കെ ആയിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് അവിടെ താമസിക്കുന്നത്. ഇതിൽ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിലെ ഒന്നാം ഇരയും 2ാം ഇരയും 3 പേരാണ് ഇതിൽ. ഈ ദുബായിൽ നിന്ന് ഈ 2 മാസത്തെ വിസിറ്റിംഗ് വിസയിൽ പോയ പ്രോഗ്രാം കഴിഞ്ഞ് അലീന നാട്ടിലെത്തി. അതിനുശേഷം ഭീഷണികൾ വരുന്നു എന്നാണ് താങ്കൾ പറയുന്നത്. അതിനുശേഷം എന്താണ് നടന്നത്? അതിനുശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം രാവിലെ വന്നിട്ട് വീട്ടിൽ നിന്ന് വന്നിട്ട് പോലീസ്, ഇപ്പോൾ ഒരു 3-4 ദിവസം പോകുന്ന പോലീസ് കൊണ്ടുപോകണമാണ്. കൊണ്ടുപോയതിനു ശേഷമാണ് ഇതൊരു ഇങ്ങനത്തെ വിഷയങ്ങൾ. അല്ല, ഈ പോലീസ് കൊണ്ടുപോകുന്നതിന് മുൻപ് ഈ കോളുകളൊക്കെ വന്നു എന്ന് പറഞ്ഞല്ലോ, അവരെന്താണ് പറഞ്ഞത്? ആ ഫോണിലൂടെ നിങ്ങളെ അറിയിച്ചത് എന്താണ്? അറിയിച്ചത് ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ. എന്തിന്റെ പേരിലാണ് ഭീഷണിപ്പെടുത്തുന്നത്? എനിക്ക് കാണിച്ചു തരാം, നീ ഞങ്ങളാരാന്ന് മനസ്സിലായോ, നിനക്ക് ഇക്കാക്കിട്ടുള്ള പണി ഞങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള. എന്താണ് അലീനയുമായിട്ട് ഈ 2 മാസം ദുബായിൽ ഇല്ലാത്ത എന്ത് പ്രശ്നമാണ് നാട്ടിൽ വന്നപ്പോൾ ഈ അലീനയും ഈ ഇരകളും തമ്മിൽ ഉണ്ടാവാനുള്ള കാരണം? ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് എന്നെ ടാർഗറ്റ് ചെയ്തിട്ട് എനിക്ക് ദുബായ്, ഇവിടുന്ന് ഒരു വലിയ വിഷയം ഉണ്ടായിട്ട് ഒരാൾ ദുബായി പോയിട്ടുണ്ട്, ഞാനായിട്ടുണ്ടായ വിഷയങ്ങളായിട്ട് പോയേക്കണാണ്. എനിക്ക് അത് തന്നെയാണെന്ന് കറക്റ്റ് അറിയില്ല. എൻ്റെ പുറകിൽ ഒരുപാട് ശത്രുക്കളുണ്ട്. ഇതിൽ കറക്റ്റായിട്ട് ഇതിന് സംശയം തോന്നാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഇരകളായിട്ടുള്ള 3 പേര് ഇവരുടെ കൂടെ ഇപ്പം ഈ പറഞ്ഞ ഈ 1ാം പ്രതിയുടെ കൂടെ ദുബായിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഒരാൾ 8 വർഷത്തോളം ആളായിട്ട് ഇവരുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. അലീന പോയിട്ട് ആകെ 2 മാസം. 1ാം പ്രതി എന്ന് പറയുന്ന സിന്ധു എന്ന് പറയുന്ന സ്ത്രീയാണോ? 1ാം പ്രതി എന്ന് പറഞ്ഞ സിന്ധു. അവരുടെയാണ് ഈ കമ്പനി, അലീസ ഇവന്റ്സ് എന്ന് പറഞ്ഞ കമ്പനിയിൽ, അവരുടെയാണ് ആ കമ്പനി എന്ന് പറയുന്നത്. അലീസ ഈവന്റ്സ് എന്ന് പറയുന്ന കമ്പനി സിന്ധുവിന്റേതാണ്. അതെ അതെ അതെ. ആ കമ്പനിയിൽ ഈ ഇരകളായ സ്ത്രീകളിൽ ഒരാൾ 8 വർഷമായി ജോലി ചെയ്യുന്നു. അതുപോലെ തന്നെ അവര് ജോലി ചെയ്യുന്ന മാത്രമല്ല, ഇപ്പൊ ഒരാള് ഇവിടെ വന്ന് പരാതി കൊടുത്തതിന് ശേഷം ആ ഒരു കമ്പനി തന്നെ തിരിച്ചു പോയേക്കനാണ്.
ആ കമ്പനി തന്നെ തിരിച്ച് ദുബായിലോട്ട് കയറിപ്പോയി. കാര്യം ഞാൻ എന്നെ ഒരാളെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ വീണ്ടും പീഡിപ്പിക്കാൻ വേണ്ടി വീണ്ടും അങ്ങോട്ട് പോകുമല്ലോ. ഇത്തരം വിഷയങ്ങളുടെ ഇത്രയും ദിവസമായിട്ടുള്ളൂ. ആദ്യത്തെ പരാതി കൊടുത്തേക്കുന്ന ആൾ, മൂന്നാമത്തെ പരാതി കൊടുത്തേക്കുന്ന ആളും ഓൾറെഡി ഇപ്പൊ ദുബായിലാണ്. ഇരകളായ 3 പേരും രണ്ടുപേരും ഇപ്പൊ ദുബായിലുണ്ട്. ഒരാൾ ഇരയായ ഒരാൾ ഇവിടെ ഉണ്ട്. ഈ ഇരയായ ഒരാളെ ഇതിന്റെ മുന്നിലോട്ട് കൊണ്ടുവന്നിട്ട് എത്രയും പെട്ടെന്ന് അവരുടെ ചോദ്യം ചെയ്ത് കഴിഞ്ഞതിന്റെ സത്യാവസ്ഥകൾ പിടുത്തം കിട്ടുമെന്ന് ഞാൻ പറയുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരയായ ഈ ഒന്നാമത്തെ ആളെന്ന് പറഞ്ഞാൽ 17-ാം തീയതിയാണ് ഇവിടെ വന്നിറങ്ങിയത്. നെടുമ്പാശ്ശേരി എയർപോർട്ടിലാണ് 4:00-ക്കും 5:00-ക്കും വൈകിട്ട് ഈവനിങ്ങാണ് വന്നിറങ്ങിയേക്കണത്. ഈ ഇറങ്ങിയ സമയത്ത് ഇവരെ വിളിക്കാൻ പോയേക്കണെന്ന് പറഞ്ഞാൽ ഈ സിന്ധു എന്ന് പറഞ്ഞ 1-ാം പ്രതിയാണ് ഇവർ പിക്ക് ചെയ്യാൻ പോയേക്കണത്. ഇത്രയും പീഡിപ്പിച്ച ആൾ പിക്ക് ചെയ്യാൻ പോകുമ്പോൾ വന്നിട്ട് കെട്ടിപ്പിടിച്ച് ഇവർ ഒരുമിച്ചിട്ട് അത്താണിയിലുള്ളൊരു ഹോട്ടലിൽ വെച്ച് ചായ കുടിച്ച് പിരിഞ്ഞ ആൾക്കാരാണത്. അതിനുശേഷം നടന്ന പ്ലാനുകൾ എന്താണ്, ഇവരുടെ കൂട്ടത്തിൽ വന്നേക്കണ ആൾക്കാർ ആരൊക്കെയാണെന്നുള്ളത് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കറക്റ്റ് സത്യാവസ്ഥകൾ തെളിയും. അലീന ഇതുവരെ ഒരാളെ ഇവിടുന്ന് ഇതിന്റെ പേരിൽ ദുബായിലേക്ക് കയറ്റി കൊണ്ടുപോയിട്ടില്ല. ഇതിന്റെ പേരിൽ ഇങ്ങനെ ഇവിടുന്ന് ഒരുപാട് ആൾക്കാരെ അലീന കൊണ്ടുപോയെന്നും പറഞ്ഞിരിക്കാൻ ന്യൂസുകൾ വരുന്നത്. ന്യൂസുകളെല്ലാം സത്യമാണോന്നില്ല, എല്ലാം ഫേക്ക്. എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ അമ്മ മരിച്ചെന്ന് പറഞ്ഞാൽ അപ്പത്തെ അച്ഛനായിരിക്കും ചത്താണ്. അങ്ങനത്തെ ന്യൂസുകളാണ് കൂടുതൽ വരുന്നത്. അപ്പം ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളത്. ഇതിൻ്റെ ഏതറ്റം വരെ നമ്മൾ പോകും. കാര്യം ഇതിൻ്റെ ഇപ്പോൾ പറഞ്ഞ ഒറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. ഒരാളെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ അയാളുടെ അടുത്തേക്ക് വീണ്ടും ഒരു കയറി ചെല്ലോ, വീണ്ടും പീഡിപ്പിക്കാൻ വേണ്ടി കയറി നിൽക്കുമോ? ഈ അലീനെ തന്നെ ടാർഗറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? കാരണം നിങ്ങളിലോട്ടാണ് വരേണ്ടതെങ്കിൽ നിങ്ങളെ ടാർഗറ്റ് ചെയ്താൽ പോരെ, എന്തിനാണ് അലീനെ ടാർഗറ്റ് ചെയ്യുന്നത്? അതാ ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട കാര്യങ്ങളാണ്. ഈ പത്രക്കാർ എന്തിനാണ് അവളെ ടാർഗറ്റ് ചെയ്യുന്നത്? അവള് 4-ാം പ്രതിയാണ്. അലീനയുടെ ഫോട്ടോ മാത്രമേ ഉള്ളൂ. എവിടെ നോക്കിയാലും അലീനയുടെ ഫോട്ടോ. ഇപ്പൊ എന്റെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പ്രത്യേകിച്ച് എന്റെ വരാത്ത എന്താന്ന് നോക്കിയിരിക്കുന്നു. ഇപ്പൊ എന്റെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ അവരോട് ചോദിക്കണത്. കാര്യം അലീനയെ കുറിച്ച് അവിടെ വന്ന അതിലുള്ള പരാതി എന്താണെന്ന്, FIRന്റെ ഇതെന്താണെന്ന് ആദ്യം ഈ ന്യൂസ് ചാനൽമാരൊക്കെ എടുത്ത് നോക്കാനാണ് ഞാൻ പറയണത്. അതൊരു റിക്വസ്റ്റാണ്. കാര്യം അത് ഇതായിട്ട് പറയണതല്ല. ഈ പരാതി കൊടുത്തവർ സാധാരണ ഒരാളെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഹോസ്പിറ്റലിൽ വന്നിട്ട് അതിനുള്ള പ്രാഥമിക കർമ്മങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ചെയ്തിട്ടുണ്ടോ എന്ന് ആദ്യം അന്വേഷിക്കുക. അതിനുശേഷം ഈ പരാതി കൊടുത്ത ആൾക്കാർ എന്തുകൊണ്ട് വീണ്ടും ദുബായിക്ക് പോയി? ഒരാൾ പോയേക്കണത് ഈ കമ്പനി അലീസ ഇവൻസ് എന്ന് പറഞ്ഞ കമ്പനിയിലാണ് അവിടെ പോയിരിക്കുന്നത്. കമ്പനിയിലേക്ക് റിട്ടേൺ പോയിരിക്കുന്നത്. ഇത്രയും പേരുദോഷമുള്ള കമ്പനിയിലേക്ക് ഇവർ റിട്ടേൺ പോകും. 2 മാസം മാത്രം പരിചയമുള്ള എല്ലാവരും കൂടെ പോയ അലീനക്ക് മാത്രം എന്താണ് ഇങ്ങനത്തെ ഒരു പേര് വന്നത്? അതിന്റെ പുറകിൽ ആരാണ് കളിച്ചത്? അതിന്റെ പുറകിൽ ആരൊക്കെ നിൽക്കുന്നുണ്ട്? അത് മാത്രം അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങളെല്ലാം തീർന്നു. ഈ 2 മാസം അലീന ഈ പറയുന്ന ഇരകളോടൊപ്പമാണോ അവിടെ താമസിച്ചിരുന്നത്? അല്ല, വേറെ ഇതിലാണ്. ഇവർ വേറെ ഫ്ലാറ്റും അവർ വേറെ ഫ്ലാറ്റിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഈ പോയ കൂട്ടത്തിൽ ഒരുപാട് നടിമാരും നടന്മാരും ഒക്കെ ഉണ്ട് എന്നല്ലേ പറയുന്നത്? ഇവരുടെ ആരുടെ പേരും പറയാതെ അലീനയുടെ പേര് മാത്രം പറയുന്നതിൽ അങ്ങനെ അതിന്റെ പിന്നില് അത് എത്ര നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ. 8 വർഷം കൂടെ നിന്ന ഒരാളെയാണ് കൂടുതൽ പരിചയം. ഈ 2 മാസം കൊണ്ട് ഇതിന് പോയ ഒരാളെയാണ് കൂടുതൽ ഇതിന്റെ ഓണർ. ഈ 8 വർഷം കൂടെയുള്ള ആളിന്റെ പേരും പരാതിയിൽ കൊടുത്തിട്ടുണ്ടല്ലോ. 8 വർഷമുള്ള പരാതിയിലല്ല കൊടുത്തേക്കുന്നത്. പരാതി കൊടുത്തേക്കുന്നത് 8 വർഷം കൂടെ ഉള്ള ആളാണ് പരാതി കൊടുത്തേക്കുന്നത്. പരാതി അവരല്ലേ കൊടുത്തേക്കണത്. അപ്പൊ ഈ 2 മാസം പോയ അലീനക്ക് ഇവരായിട്ട് എത്ര വ്യക്തത ഉണ്ടാവും? എനിക്ക് 8 വർഷം മേഡത്തിന് പരിചയമുള്ള ഒരാളെയാണോ 2 മാസമായിട്ട് ഞാൻ വന്ന ആളെയാണോ കൂടുതൽ? പക്ഷെ അവര് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ വളരെ ക്രൂരമായി അവരെ ബലാത്സംഗം ചെയ്യാനായിട്ട് ഈ വെള്ളത്തിൽ പൊടി കലക്കി കൊടുത്ത് അവരെ മയക്കി അതിനുശേഷം വീട്ടിൽ വിളിച്ചിട്ട് അവരെ കുറിച്ച് വളരെ മോശമായി അലീന സംസാരിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ വെറുതെ അങ്ങ് പറയൂ? ഒരു അലീന സംസാരിച്ചു എന്നുള്ള ഒരു തെളിവ് എവിടെയെങ്കിലും ഉണ്ടോ? അലീന ആരെങ്കിലും അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഏത് മീഡിയയിൽ വന്നത്, ഏത് സ്റ്റേഷനിലും എന്ത് കേസിനും ഏക്കാൻ ഞാൻ തയ്യാറാണ്. അലീന അതുപോലെ ഒരു കോളുകളും ആരെയും വിളിച്ചിട്ടില്ല. അതാണ് പറഞ്ഞത്. ഈ കോളുകൾ വിളിച്ച ആൾക്കാരെ ഒരു കുടുംബങ്ങളിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അവരെ ആദ്യം ഒന്ന് പിടിച്ചതിന്റെ മുന്നിലോട്ട് കൊണ്ടുപോകാം. അതിനുശേഷം ഇപ്പൊ ഇരയായ 1-ാം പ്രതി വളരെ കഷ്ടപ്പെട്ടിരിക്കുന്ന 1-ാം പ്രതിനെ ആദ്യം 1-ാം ഇരേനെ ഒന്ന് മുന്നോട്ട് കൊണ്ടുവന്നിട്ട് ഒന്ന് ചോദ്യം ചെയ്യുക. മര്യാദ ഒന്ന് നന്നായിട്ട് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ, നല്ല ഉദ്യോഗസ്ഥന്മാരെ ഒന്ന് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇത് റിട്ടേൺ തിരിയുത്. അത് അത്രേ ഉള്ളൂ ഈ കേസിൻ്റെ. ഇത് റിട്ടേൺ തിരിയും. കാര്യം ഇതിലെ ടാർഗറ്റ് മെയിൻ ഞാൻ തന്നെയാണ്. നിങ്ങൾ ആരാ ടാർഗറ്റ് ചെയ്യുന്നത്? എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് മേഡം. അല്ലേ, ഒരുപാട് ശത്രുക്കളുണ്ട്. എങ്കിലും നിങ്ങളുടെ ഒരു ഇതുണ്ടാവുമല്ലോ. ഇപ്പൊ ദുബായി പോയ നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ഒരു സ്ത്രീയെ പോലീസ് സ്റ്റേഷനിലേക്ക്, അതും കേസ് എന്ന് പറയുന്നത് നിസാര കേസല്ല, സ്ത്രീകളെ കൊണ്ടുപോയി സെക്സ് റാക്കറ്റിന് വിറ്റു എന്നുള്ളതാണ് കേസ്. അത് വളരെ ഗൗരവമേറിയ കേസാണ്. ആ കേസിൽ നിങ്ങളെ പെടുത്താതെ നിങ്ങളുടെ കൂടെയുള്ള ഒരാളെ പെടുത്തണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ നിങ്ങളുടെ ശത്രു ആരാണ്, ഇത്രമാത്രം നിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്ന ശത്രു ആരാണെന്നുള്ളത്. എന്നെ ബേസ് ചെയ്ത് മേഡത്തിന് കൂടുതൽ അറിയാമോന്ന് അറിയില്ല. എനിക്കിപ്പോ ഇവിടെ ആദ്യം കുറെ പ്രശ്നങ്ങൾ ഉണ്ടായത് അനസ് എന്നുള്ളൊരു ആളായിട്ട് പെരുമ്പാവൂരിലുള്ളതായിട്ട് വിഷയം ഉണ്ടായി. അത് ഓൾറെഡി ദുബായിലാണ്. ഈ അനസിന്റെ കൂട്ടത്തിൽ അറിയാവുന്ന കുറെ ആൾക്കാരും ഈ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ അവിടെ ചെന്നപ്പോഴായാലും ഉണ്ടെന്ന് അറിയണത്.
ഇപ്പൊ ഇവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ കേസ് കൊടുപ്പിച്ച ആ സ്റ്റേഷനിലെ ക്യാമറ നോക്കി എടുത്താലും അവിടുത്തെ ക്യാമറ നോക്കിയാലും ഇതിന്റെ പുറകിലുള്ള മെയിൻ ആളെ പിടിക്കാൻ പറ്റും. ഇത് നേരെ ഇവരെ കൊണ്ട് നേരെ വന്ന് കമ്മീഷൻ ഓഫീസിൽ പരാതി കൊടുപ്പിച്ചിട്ട് ഇവരെ കയറ്റി തിരിച്ചു വിടുകയാണ് ചെയ്യണത് ദുബായിക്ക്. പരാതി കൊടുത്ത് പീഡിപ്പിച്ച ആളെന്തായാലും ഇവിടെ വേണ്ടേ? ഇവിടെ ഉണ്ട് ഒന്നാമത്തെ ഇര ഇവിടെ ഉണ്ടെന്ന് പറയുന്നത്. ഈ ഒന്നാമത്തെ ഇരയുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് എടുത്ത് നോക്കാൻ പറ. ഇതിനു മുമ്പ് ഇതുപോലത്തെ വല്ല ഗെയിം നടത്തിയിട്ടുണ്ടോ, അവരാരായിരുന്നു ഒന്ന് ഒരു ബേസ് ചെയ്ത് നോക്കാൻ പറ. അപ്പൊ നിങ്ങൾ പറയുന്ന അലീന നിരപരാധിയാണ്. അലീനയ്ക്ക് ഈ സ്ത്രീകളുമായി ഒരു ബന്ധവുമില്ല, ഒരു സെക്സ് റാക്കറ്റുമായി അലീനയ്ക്ക് ബന്ധമില്ല. സെക്സ് റാക്കറ്റിൽ പോകേണ്ട കാര്യം അലീനയ്ക്കില്ല, അതിന്റെ ആവശ്യവുമില്ല. അലീന എന്ന് പറഞ്ഞാൽ നല്ല എന്താ പറയുക ബോൾഡായിട്ട് സംസാരിക്കുന്ന ഒരു കുട്ടിയാണ്. എന്തുണ്ട് ഇപ്പം ബാറിലെ വിഷയം വലിയതായിട്ട് എടുത്തിട്ടുണ്ട്. ഒരാൾ അപമര്യാദയായിട്ട് സംസാരിക്കാൻ നോക്കിയാൽ ചെയ്ത് കഴിഞ്ഞാൽ അടിക്കും. അതിലപ്പുറത്തേക്ക് ഏത് ഇനിയും അടിക്കും. അതിൽ ഇനി കേസ് ഉണ്ടായാലും പ്രശ്നമൊന്നുമില്ല. നമ്മൾ പോകുമ്പോൾ എന്തെങ്കിലും നമ്മളോട് സ്ത്രീനോട് അപമര്യാദയായിട്ട് സംസാരിക്കുകയോ പെരുമാറി കഴിഞ്ഞാൽ ആരായാലും ഇപ്പൊ മേഡത്തിനോട് ആരെങ്കിലും മോശമായിട്ട് സംസാരിച്ച ചിരിച്ചുകൊണ്ട് കേട്ടിക്കോ, പ്രതികരിക്കൂലേ? ഇത് തന്നെ എല്ലായിടത്തും സംഭവിച്ചിട്ടുള്ളൂ. അത് വലിയ വിഷയമാക്കി എടുത്തിട്ട് വലിയ പ്രോബ്ലം ആക്കി. ഇപ്പൊ ഈ ഇതിൽ ഒരു ഒന്നാം പ്രതിനല്ലേ സാധാരണ അല്ല, ഒന്നാം പ്രതിയായിട്ട് നിൽക്കുന്ന ആളെയാണ് ഏറ്റവും ഇതായിട്ടൊക്കെ കാണിക്കുള്ളൂ. ഇത് എന്ത് വന്നാലും അലീനയുടെ വീഡിയോ ഒന്നുമില്ല, ഇനി വീഡിയോ ഇടാനായിട്ടൊന്നുമില്ല, എല്ലാ ഫോട്ടോ എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്, ഇൻസ്റ്റ അടക്കം മൊത്തത്തിൽ. ഇതെന്തായാലും സത്യം എന്തായാലും തെളിയും 100%. എത്ര രൂപ നിങ്ങളോട് ഭീഷണിപ്പെടുത്തി ചോദിച്ചത്? പൈസയല്ല. പിന്നെ എന്താ പൈസ ആദ്യം ഒരു സംസാരിച്ചേക്കണത് ഭീഷണി സ്വരത്തില് എനിക്കിട്ടുള്ള പണി തരും, അതിനുള്ള പണി വരുന്നുണ്ട്, അവനോട് നോക്കിയിരിക്കാൻ പറയും എന്നുള്ള ബേസാണ് ആദ്യം സംസാരിക്കുന്നത്. രണ്ടാമത് വന്നേക്കണ ഇതിൽ വന്നേക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടാം ഇരയായ കുട്ടി ഇതിൽ കളിക്കണ്ടോന്ന് അറിഞ്ഞതിന് ശേഷം, കളിക്കണ്ടെന്ന് മനസ്സിലായതിന് ശേഷമാണ് ഈ ഒരു വോയിസ് ഞങ്ങൾ അങ്ങോട്ട് സംസാരിച്ചേക്കണത്. ആ വോയിസിൽ ഫുള്ളായിട്ടുള്ളതുണ്ട്. ഈ ഇത്തിരി ആ ഭാഗം മാത്രം എടുത്തിട്ടാണ് ചാനലുകാർ ഇട്ടേക്കണത്. അതിൽ കുറെ സംസാരിക്കുന്നുണ്ട്. സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ, റിമാൻഡിലല്ലേ സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ എന്താ അലീന പറയുന്നത്? എന്താണ് അലീന പറയണ്ടല്ല. അലീന എന്ന് പറഞ്ഞാൽ അലീന ഇത്രയും ഒരു 5 വർഷമായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. അലീന എന്താണെന്നും ഏതാണെന്നും എനിക്കും അറിയാം, ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പ്രത്യേകിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. ഇതിന് എത്രയും പെട്ടെന്ന് സത്യം തെളിയണം. ഇനിയിപ്പോൾ എന്തായാലും എവിടെ എന്തൊക്കെ സംഭവിച്ചാലും മാഡം നാളെ ഇരുന്നിട്ട് മാഡം തന്നെ തിരിച്ചു പറയും. അതെനിക്ക് 100% ഉറപ്പുണ്ട്, ഈ ഒരു കേസ് ഫേക്ക് ആണെന്നുള്ള കാര്യം. ഈ അലീനയുടെ വീട്ടുകാരൊക്കെ ഇത് അറിഞ്ഞപ്പോൾ എന്താ പറയുന്നത്? അല്ല, സാധാരണ ഇങ്ങനെ ഒരു കാര്യം വീട്ടുകാരെ അറിയുമ്പോൾ എന്തോരം അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാവുന്നുള്ളൂ. എന്തായാലും നമ്മളൊരു വിശ്വാസമുണ്ട്, കാര്യം ഇതിന്റെ സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവരുമെന്നും. ഇപ്പോഴത്തെ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നല്ല സ്ട്രോങ് ആണ്. ഇപ്പൊ എന്ത് പറഞ്ഞാലും ഇപ്പൊ നമ്മളിപ്പോ ഒരു കേസ് മറച്ചു കൊടുത്താലും തിരിച്ചു കൊടുത്താലും അവരത് പിടിക്കും. ഇതില് ഇനി ഏതൊക്കെ ഇനി നടത്തുന്നുണ്ട്. കാര്യം ഇനിയിപ്പോ ഒരു റിമാൻഡ് ഇത് പോയി കഴിഞ്ഞാൽ ഒരു റിമാൻഡ് കഴിയും, അതിന് ചിലപ്പോൾ കസ്റ്റഡി ചോദിക്കും. ഇങ്ങനത്തെ കേസായിരുന്നു കസ്റ്റഡി ചോദിക്കും, അതിനുശേഷം ഇത് കിട്ടുള്ളൂ. അത് കഴിഞ്ഞാലും നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ കംപ്ലൈന്റും എല്ലാവർക്കും. ഇത് തെളിയിക്കാനായിട്ട് ഞാൻ പറഞ്ഞല്ല, ഒരുപാട് ഇപ്പൊ ഈ കേസ് ബേസ് ചെയ്തിട്ടാണെങ്കിലും ഇതിന്റെ ഇപ്പോഴത്തെ കാര്യങ്ങൾ അറിഞ്ഞോടത്തോളം എല്ലാ കാര്യങ്ങളും ഫേക്കാണ് ഫുള്ളായിട്ടുള്ളത്. കാര്യം ഇതില് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇതെല്ലാം പുറത്തു വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. പുറത്തു കൊണ്ടുവരും. ഓക്കെ, എന്തായാലും അലീന എബ്രഹാം നിരപരാധി എന്നാണ് അദ്ദേഹത്തിന്റെ ആ കുട്ടിയുടെ കൂടെയുള്ള ആൾ പറയുന്നത്, ഔറംഗസേബ് പറയുന്നത്. സത്യം പുറത്തു വരട്ടെ, നമുക്കും അത്രേ പറയാനുള്ളൂ. ഇരകൾക്ക് നീതി കിട്ടണം. ഇനി തെറ്റ് ചെയ്യാത്ത ഒരു സ്ത്രീയാണ് ജയിലിനുള്ളിൽ കിടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ സ്ത്രീക്ക് നീതി കിട്ടേണ്ടതുണ്ട്. അപ്പോൾ സത്യാവസ്ഥ ഉടൻ തന്നെ പുറത്തു വരട്ടെ.